BJPയുടെ പ്രതിഷേധത്തിൽ ദേശവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. പോലീസിന് നേരെ കല്ലെറിയാൻ ജമ്മു കാശ്മീരിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ ഇറക്കിയതായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ മനൻ കുമാർ മിശ്ര ആരോപിച്ചു. പ്രമുഖരായ വ്യക്തികൾക്കും രക്ഷകർത്താക്കൾക്കും അയച്ച തുറന്ന കത്തിലാണ് പരാമർശം. പാകിസ്ഥാനിൽ നിന്നടക്കം ആക്രമണത്തിന് പ്രോത്സാഹനം ലഭിക്കുന്നു. വിദ്യാർത്ഥികളെ അക്രമസമരത്തിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കണമെന്നും മനൻ കുമാർ മിശ്ര ആവശ്യപ്പെടുന്നുണ്ട്. ഐസൺ ജോസ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് നൽകും. ഐസൺ, ഇപ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തുറന്നു കാട്ടുന്നത് ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ RAF-നും CRPF-നും ഒക്കെ നേരെ കല്ലെറിഞ്ഞത് പ്രൊഫഷണലുകളായിട്ടുള്ള കല്ലേറുകാരാണ്. അതായത് ഒരു കാലത്ത് ജമ്മു കാശ്മീരിൽ ഭാരതത്തിന്റെ സൈന്യത്തിന് നേരെ ഇതേ കല്ലേറ് നമ്മൾ കണ്ടിരുന്നു. പിന്നീട് സൈനിക നടപടിയിലൂടെയാണ് അത്തരം കല്ലേറ് ജമ്മു കാശ്മീരിൽ ഈ ആർജവമുള്ള സർക്കാർ ഒഴിവാക്കിയത്. അപ്പോൾ അന്ന് കശ്മീരിൽ കണ്ട രീതിയിലുള്ള അതേ കല്ലേറാണല്ലോ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായത്. ഇക്കാര്യമല്ലേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തുറന്നു പറയുന്നത്? ഗൗതം, തീർച്ചയായും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തുറന്നു പറയുന്ന വസ്തുത ഇത് തന്നെയാണ്. മനൻ കുമാർ മിശ്ര എന്ന് പറയുന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം തൻ്റെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖർക്കെല്ലാം ഇന്റലക്ച്വൽസിന് അയച്ച കത്തിലാണ് വളരെ കൃത്യമായി അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത്. അതിലേറ്റവും ഗൗരവമേറിയ ഒരു വിഷയം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള നിരവധി പേർ, അതായത് ഈ കല്ലെറിയുന്ന, അതായത് അവിടുത്തെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പട്രോളിങ്ങിന് നേരെ കല്ലെറിയുന്ന ആ വലിയൊരു പ്രശ്നം നേരത്തെ തന്നെ പലതവണ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ അല്ലെങ്കിൽ വാർത്തകൾ വന്നിരുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വിദഗ്ധരായ, അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെ പ്രൊഫഷണലായി ട്രെയിനിങ് നേടിയ ആളുകൾ, കല്ലെറിയുന്നതിൽ ട്രെയിനിങ് നേടിയ ആളുകളാണ് ഡൽഹിയിൽ ജമ്മു കാശ്മീരിൽ നിന്നും എത്തിയത് എന്ന അതീവ ഗുരുതരമായൊരു പരാമർശമാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ്റെ ഔദ്യോഗികമായ കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു നിർണായക പരാമർശം എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ളൊരു പരാമർശം കൂടിയാണ്. അത് ജോർജ് സോറോസുമായി നേരിട്ട് ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, തുടർച്ചയായി ആ രാഷ്ട്രീയ നേതാവ് ലോകസഞ്ചാരം നടത്തുന്നു. ലോകസഞ്ചാരം നടത്തി അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കും, പല ഗൂഢാലോചനകൾ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്ന്, ജോർജ് സോറോസിൽ നിന്ന് പണം ഉൾപ്പെടെ കൈപ്പറ്റി പല പ്രവർത്തനങ്ങളും ഭാരതത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന ഏറ്റവും നിർണായകമായൊരു വെളിപ്പെടുത്തലും ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി രാഹുൽ എന്നാണെന്ന് മനസ്സിലാക്കാവുന്ന എല്ലാ സൂചനകളും വളരെ കൃത്യമായി നൽകിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കല്ലെറിയുന്നതിനുള്ള നീക്കം നടത്തുന്നതിന് പുറമെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പല രീതിയിലുള്ള പിന്തുണ, അതായത് ഈ സൈബർ ലോകത്തൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തി ഇതിന് പ്രചരണം നൽകുന്നതിനുള്ള പിന്തുണ ലഭ്യമാക്കുന്നു എന്ന കൃത്യമായൊരു നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ കത്തിലുണ്ട് എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം. ഇത് പറയുമ്പോൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. 100ഓളം അക്കൗണ്ടുകൾ, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ പാകിസ്ഥാനിലെ ഒക്കെയുള്ള ഒറിജിനുള്ള അക്കൗണ്ടുകൾ ഭാരതത്തിൽ നിരോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി പോലീസ് നടത്തുകയും ചെയ്തു എന്ന വാർത്തകളും പുറത്തു വരികയും ചെയ്തിരുന്ന പശ്ചാത്തലത്തിലാണ് അതീവ ഗൗരവമേറിയ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ്റെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു നിർണായക ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യത്തെ ഇൻ്റലക്ച്വൽസിനോടും അതുപോലെ തന്നെ പ്രൊഫഷണലുകളോടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോ പ്രൊഫഷണലും ഓരോ വ്യക്തികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും ഇത്തരത്തിലുള്ള പ്രൊഫഷണലുകളും തങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള തെറ്റായ സമരരീതിയിലേക്ക്, ഒരു അക്രമ സമരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തണമെന്നും അത്തരമൊരു നീക്കങ്ങൾ നടത്തിയാൽ മാത്രമേ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഏറെ ഗൗരവമേറിയൊരു വിഷയം, ഈ രാജ്യത്തെ തകർക്കുന്നതിനും ഈ രാജ്യത്തെ ഛിദ്രിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പുറമെ അധികാരം പിടിച്ചടക്കുക, തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ, അതായത് ഇത്തരത്തിലുള്ള അക്രമ മാർഗ്ഗങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു അട്ടിമറി സ്വഭാവത്തിലുള്ള നീക്കങ്ങളുടെ തുടക്കമാണിത് എന്നും വളരെ കൃത്യമായ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതീവ ഗൗരവമേറിയ പരാമർശങ്ങൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ആ സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള ഈ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ ചെയർമാൻ അതിൻ്റെ ഔദ്യോഗികമായ കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. തീർച്ചയായും അതിൽ പറയുന്ന വിഷയങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും അതുപോലെ തന്നെ എന്താണോ അദ്ദേഹം സൂചിപ്പിച്ചത്, ഏത് രീതിയിലാണോ ചെറുപ്പക്കാരെ ഇക്കാര്യത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അത് ഗൗരവമേറിയ രാജ്യത്തെ ഒരു ആവശ്യമായി തുടരുന്നു എന്ന് തന്നെയാണ് വസ്തുത. ഗൗതം.